എല്ലാവരും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാനിൽ വലിയ വിജയാഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കാരണം അവരിന്ന് ലോകത്തിൻ്റെ നെറുകയിലാണ്. ഇറാനുമായി ഒരു കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് ട്രംപ് ആശ്വാസം കൊള്ളുമ്പോൾ ഇറാൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല എന്ന് ഓർക്കണം. കരാർ ഒന്നുകൂടി വിശദമായി പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി സാവധാനം ഒപ്പുവെക്കാം എന്ന നിലപാടാണ് ഇറാനുള്ളത്. ഇത് ട്രംപിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. കാരണം അയാൾക്ക് എത്രയും വേഗം മിഡിൽ ഈസ്റ്റിൽ നിന്നും വണ്ടി കയറണം. യുദ്ധമാക്കി വന്ന വിമാനങ്ങളും കപ്പലുകളും തിരിച്ചു കൊണ്ടുപോകണം. ഇനിയും അത് ഇവിടെ കിടക്കുന്നത് വലിയ അപകടം പിടിച്ച കാര്യമാണ്. ഇന്ന് ട്രംപിന്റെ 80ാം ജന്മദിനമാണ്. 1946 ജൂൺ 14 ട്രംപ് ന്യൂയോർക്കിൽ ജനിച്ചത്. ഇറാനുമായിട്ടുള്ള കരാർ ഒരു ജന്മദിന സമ്മാനവും കൂടിയായിട്ടാണ് ട്രംപ് കരുതുന്നത്. ഈ കരാർ ഒപ്പിടുന്നത് സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ്, അതായത് ജനീവയിൽ വെച്ച്. എന്നാൽ ജനീവയിലേക്ക് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എത്തില്ല എന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇത് ട്രംപിനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇറാൻ ഇനിയും പുതിയ എന്തെങ്കിലും ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ കരാറിൽ നിന്നും പുറത്തിയാടാൻ ശ്രമിക്കുക എന്നൊരു ഭയം ട്രംപിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാകാം ഇറാൻ ഇപ്പോൾ ട്രംപ് വല്ലാതെ പുകഴ്ത്തുന്നുണ്ട്. ഇറാൻ വാക്ക് പാലിക്കുന്നവരാണ്. അവർ ഭാവിയിൽ ആണവ പദ്ധതികളിൽ നിന്നും പിന്മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇറാനും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി അമേരിക്ക കൂടുതൽ നയതന്ത്ര ബന്ധങ്ങൾ പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ട്രംപ് പറയുമ്പോൾ അമേരിക്കയുമായി ഇനി സൈനികമായി സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനം മിഡിൽ ഈസ്റ്റിൽ എടുത്തിട്ടുണ്ട് എന്ന കാര്യം മറന്നുകൊണ്ടാണോ ട്രംപ് ഇത് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി വേണമെങ്കിൽ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നും പെട്രോളും ഈത്തപ്പഴവും വേണമെങ്കിൽ കുറച്ച് സംസം വെള്ളവും ഒക്കെ വാങ്ങുകയോ അത് അമേരിക്കയ്ക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. ഇനി അതല്ല, അമേരിക്കയിൽ നിന്നും വല്ല വണ്ടികളോ വല്ല ഇറക്കുമതി ചെയ്യാനേ കഴിയുമോ? അതല്ലാതെ അതിനപ്പുറത്തേക്ക് അമേരിക്കയ്ക്ക് ഇനി മിഡിൽ ഈസ്റ്റിനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരാറൊന്നും ഉണ്ടാക്കി അവരെ കളിപ്പിച്ച് കാശും വാങ്ങാനൊന്നും കഴിയില്ല. അതിനൊക്കെ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് മിഡിൽ ഈസ്റ്റ് നേതാക്കളായ UAE, ഖത്തർ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളെ ട്രംപ് ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഇവരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇറാനും അമേരിക്കയുമായി നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതും പിന്നെ ഹോർമുസ് കടലിൽ ഇറാൻ വിതറിയിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യുന്ന പദ്ധതിയെക്കുറിച്ചും പിന്നെ ഇറാൻ ആവശ്യപ്പെട്ടിട്ടുള്ള നഷ്ടപരിഹാരം വീതം വയ്ക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടത്താൻ വേണ്ടിയാണ് ട്രംപ് ഈ നേതാക്കളെല്ലാം ഇപ്പോൾ ഫ്രാൻസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. എന്നാൽ ഫ്രാൻസിൽ നടക്കുന്ന ഈ ഉച്ചകോടിയിൽ നിന്നും നെതന്യാഹുവിനെ ട്രംപ് മാറ്റി നിർത്തിയിരിക്കുന്നത് പൊതുവെ വല്ലാതെ വിമർശിക്കപ്പെടുകയാണ്. ട്രംപ് നെതന്യാഹുവിനെ തീരെ തഴഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സാധാരണ പറയാറുണ്ട് ട്രംപിനെ ഒരിക്കലും ഇസ്രായേലിനെയോ അല്ലെങ്കിൽ നെതന്യാഹുവിനെ തഴയാൻ കഴിയില്ല, ഒരു വലിയ സൗഹൃദത്തിലാണ് എന്നൊക്കെ. അത് ശരി തന്നെയാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ തീർത്തും നെതന്യാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് അവർ ഒരുമിച്ചായേക്കാം, അല്ലെങ്കിൽ വീണ്ടും അമേരിക്ക ഇസ്രായേലിനെ സഹായിച്ചേക്കാം. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നെതന്യാഹുവിൻ്റെ സാന്നിധ്യം ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US എന്നീ വികസിത രാജ്യങ്ങളാണ് G7 എന്ന് ഓർക്കണം. അതിൽ നെതന്യാഹുവിന് ഇടപെടേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനമായ ഒരു കരാർ ചർച്ചകൾ നടക്കുമ്പോൾ നെതന്യാഹുവിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ട്രംപ് മാറ്റി നിർത്തുമ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അത്ര നല്ല കാര്യമല്ല എന്ന വിലയിരുത്തലാണ് ഉണ്ടാവുന്നത്. ചർച്ചകളിൽ അറബ് നേതാക്കൾ പങ്കെടുക്കുന്നത് കൊണ്ടാണ് നെതന്യാഹുവിനെ മാറ്റി നിർത്തുന്നത് എന്നാണ് ട്രംപ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നെതന്യാഹുവിനെ സംബന്ധിച്ച് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ ജാള്യത മറയ്ക്കാൻ വേണ്ടി ഈ ചർച്ചകളൊന്നും ഇസ്രായേലിനെ ബാധിക്കുന്ന കാര്യമല്ലെന്നും തങ്ങൾ ഇതിൽ പങ്കാളികളൊന്നുമല്ലെന്നുമാണ് നെതന്യാഹുവിന് പറയേണ്ടി വന്നിരിക്കുന്നത്. ഈ കരാറിനെ കുറിച്ച് അമേരിക്കൻ സൈനിക കേന്ദ്രമായ പെന്റഗൺ പറയുന്നത് ഇത് ഒരു തന്ത്രപരമായ നിശബ്ദത എന്നാണ്. അതല്ലെങ്കിൽ താൽക്കാലികമായ ഒരു ധാരണ എന്നാണ് പെന്റഗൺ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ട്രംപിനെ മിഡിൽ ഈസ്റ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി താൽക്കാലികമായ ഒരു ഇടനാഴി സൃഷ്ടിക്കുന്നു എന്നതാണ് ഈ കരാർ കൊണ്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ നിശബ്ദതയിൽ പ്രായോഗികമായിട്ട് മുഴുവൻ ലാഭവും ഇറാനാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഈ ലാഭം എന്താണെന്ന് വെച്ചാൽ ഇറാൻ കടുത്ത ഉപരോധം അനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ തങ്ങളുടെ പ്രധാന ലക്ഷ്യമായ ആണവ സാങ്കേതിക വിദ്യയുടെ വികാസം പൂർണ്ണമായും ഉപേക്ഷിക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അത് അവർക്ക് ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ്. ആണവ കാര്യങ്ങളിൽ യാതൊരു തീരുമാനവും ഇപ്പോഴും ആയിട്ടില്ല. കരാർ ഉറപ്പിക്കുകയാണ്. ഇതിനുവേണ്ടിയാണ് യുദ്ധം ചെയ്യാൻ തുടങ്ങിയത് തന്നെ. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. തന്നെയുമല്ല, ഔദ്യോഗികമായിട്ട് ഇപ്പുറത്തറിയുന്ന വലിയ കരാറുകളൊന്നും ഇല്ലെങ്കിലും രഹസ്യ ധാരണകളുടെ ഭാഗമായിട്ട് വിദേശ ബാങ്കുകളിൽ മരവിപ്പിച്ചിട്ടുള്ള ഇറാന്റെ കോടിക്കണക്കിന് ഡോളറിന്റെ ഫണ്ടുകൾ തിരികെ ലഭിക്കാനും യുദ്ധത്തിന് നഷ്ടപരിഹാരം നേടാനും എണ്ണ വ്യാപാരം ഒരു പരിധി വരെ തുടരാനും ഇറാന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഇറാന്റെ ഇപ്പോഴത്തെ തകർന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. പിന്നെയുള്ള മറ്റൊരു നേട്ടം,
അമേരിക്ക തങ്ങളെ സൈനികമായി ആക്രമിക്കില്ല എന്ന ഒരു ഉറപ്പാണ്. ഇത് ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ച് അവർക്ക് ആഭ്യന്തര പ്രതിസന്ധികളെ നേരിടാനും തങ്ങളുടെ ഭരണം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ഒരു കാര്യമാണ്. പുറമേ നിന്ന് ഭീഷണികളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ഭരണം സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ പരം എന്ത് നേട്ടമാണ് ഇറാന് വേറെ നേടാനുള്ളത്? കാര്യമായിട്ട് ആയുധങ്ങളൊന്നും തന്നെ ചെലവഴിക്കാതെയും രാജ്യം തകരാതെയും ഇതുവരെ അവർക്ക് കിട്ടാതിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഇറാൻ്റെ കയ്യിലേക്ക് ട്രംപ് ഇപ്പോൾ വെച്ച് കൊടുക്കുകയാണ്. എന്നാൽ മറുവശത്ത് ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ചർച്ചകളിലോ കരാറുകളിലോ ഒന്നും ഉൾപ്പെടുത്താതെ നെതന്യാഹുവിനെ ട്രംപ് മാറ്റി നിർത്തുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഭാവിയെയും സുരക്ഷയും കുറിച്ച് ജൂതർ കൂടുതൽ അങ്കലാപ്പിലാവുന്നതാണ്. ഇസ്രായേലിലെ തന്നെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇസ്രായേലിലെയും അമേരിക്കയിലെയും മിഡിൽ ഈസ്റ്റ് ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ഈ കരാറിലൂടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. മാത്രമല്ല ഇറാന് US സൈനിക ഭീഷണി തന്നെ ഒഴിവായി കിട്ടുകയും ചെയ്തു. കരാർ ജൂതരാജ്യത്തെ വല്ലാതെ അപകടപ്പെടുത്തുമെന്ന ഭയം അവരിൽ ഉറച്ചിരിക്കുകയാണ്. ഈ പ്രോക്സികളെ ഒന്നും പിടിച്ചു കെട്ടാത്തതുകൊണ്ട് ഇവരെല്ലാം ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അതിൽ ഇടപെടാൻ കഴിയില്ല. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, UAE ഇറാൻ്റെ പിടിച്ചു വെച്ച ഫണ്ടുകളിൽ നിന്നും $12 ബില്യൺ തിരിച്ചു കൊടുക്കാൻ ഒരുങ്ങുകയാണ്. യുദ്ധനഷ്ടപരിഹാരമായി $20 ബില്യൺ കൊടുക്കാമെന്ന് ഇതിനു മുമ്പ് അവർ സമ്മതിക്കുകയും അതിൽ നിന്നും $3 ബില്യൺ ഇറാന് കൊടുക്കുകയും ചെയ്തതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ $12 ബില്യൺ കൂടി UAE ഇറാന് തിരിച്ചു കൊടുക്കുന്നത്. അതിനൊപ്പം ഖത്തറും ഇറാന്റെ പിടിച്ചുവെച്ച അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത സ്വത്തുക്കളിൽ നിന്നും $6 ബില്യൺ തിരിച്ചു കൊടുക്കുകയാണ്. അതൊരു പക്ഷേ ഇന്നോ നാളെ കേട്ട് ഇറാന് കൊടുത്തേക്കാം. ഇങ്ങനെ നാനാ വഴിക്കും ഇറാനിലേക്ക് സമ്പത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവർക്ക് വലിയ ലാഭമാണ് നേടിക്കൊടുത്തത് എന്നാണ് ഇസ്രയേൽ പരിഭവം പറയുന്നത്. പകരം ഇസ്രായേലിന്റെ സുരക്ഷയാണ് ഇറാന്റെ കയ്യിൽ അമേരിക്ക ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇസ്രയേൽ വിലപിക്കുന്നത്. അതുമല്ല അവർ പറയുന്ന മറ്റൊരു കാര്യങ്ങൾ, ഇറാനിന്റെ ആണവായുധം നശിപ്പിക്കണം എന്നത് മാറ്റി ഇപ്പോൾ അത് വെറും നേർപ്പിക്കലായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിന്റെ കാര്യം പോലും കരാറിൽ ഒരിടത്തും പറയുന്നില്ല. പ്രോക്സികളെ പിന്തുണയ്ക്കുന്നത് നിർത്താനും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഇസ്രായേലിന്റെ സുരക്ഷ എന്നവർ ചോദിക്കുന്നുണ്ട്. ലെബനോൺ നിരന്തരം ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ആരും കാണുന്നില്ലേ എന്നും ഇസ്രായേൽ ചോദിക്കുന്നു. ഇസ്രായേൽ എത്രയൊക്കെ ആശങ്കപ്പെട്ടാലും ഈ യുദ്ധത്തിന്റെ കാരണക്കാരനായ നെതന്യാഹുവിനെ ഈ അവസരത്തിൽ പരിഗണിക്കുന്നതും ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന കരാറിനായി ശ്രമിക്കുന്നതും അമേരിക്കയ്ക്ക് വൻ നഷ്ടം വരുത്തി വയ്ക്കും എന്ന വിലയിരുത്തലാണ് ട്രംപിനുള്ളത്. അറബികൾ ഒരിക്കലും ഇസ്രായേലിനെ അടുപ്പിക്കില്ല എന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നെതന്യാഹു ഇതുവരെ മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് ട്രംപിനെ ധരിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇറാനും അവരുടെ പ്രോക്സികളുമൊക്കെ വളരെ ശക്തമാണ് എന്ന ബോധ്യമാണ് ട്രംപിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ ആശ്രിതരായി ശിഷ്ടകാലം ഇസ്രായേൽ കഴിഞ്ഞാൽ മതി, അതിലപ്പുറം വലിയ സാമ്രാജ്യത്വ മോഹങ്ങളൊന്നും കൊണ്ടു നടക്കേണ്ടതില്ല എന്ന സൂചനയാണ് ട്രംപ് ഇസ്രായേലിന് നൽകുന്നത്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.